തീർച്ചയായിട്ടും ഇന്നത്തെ വരവിലൂടെ പ്രത്യക്ഷമായും കേരളത്തിന് ബോധ്യപ്പെട്ടത് അയാളൊരു കുറ്റവാളിയാണെന്ന് അയാൾ തന്നെ സമ്മതിക്കുന്നു. അതായത് ആ പെൺകുട്ടികളുടെ ഇയാള് ഗർഭിണിയാക്കി അബോർഷൻ നടത്തി മരണത്തിന്റെ വക്കിലേക്ക് എത്തിയ പെൺകുട്ടിയും മാധ്യമങ്ങളോട് പറഞ്ഞ ആ ഓഡിയോ സന്ദേശം അത് താങ്കളുടെയാണോ അല്ലയോ എന്ന് പറയാൻ ഒരു അക്ഷരം പോലും വേണ്ടതില്ല. അതിൽ നിന്ന് അർത്ഥമായത് എന്താ? ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ആർക്കെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഇയാളൊരു കുറ്റവാളിയാണെന്നും ഇയാളൊരു പെൺവേട്ടക്കാരനാണെന്നും ഇന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് അയാൾ പറയണ്ടേ ഞാൻ തെറ്റുകാരനല്ല, ഇത് ആരെങ്കിലും സൃഷ്ടിച്ചെടുത്തതാണെന്ന്. അതയാൾ പറഞ്ഞിട്ടില്ല. ഇതിനർത്ഥം എന്താ? അയാൾ ഇതുവരെയുള്ള അയാളെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ശരിയാണെന്ന് തന്നെ സമ്മതിച്ചിരിക്കുന്നു. തന്നെയല്ല ഇയാൾ കുറ്റവാളിയാണെന്നുള്ളത് ആദ്യം തന്നെ പ്രത്യക്ഷത്തിൽ അംഗീകരിച്ചത് അവരുടെ പാർട്ടി തന്നെയാണ്. ആ പാർട്ടിയാണ് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിയമസഭയിൽ പ്രത്യേക വകുപ്പിലിരുത്തണം, അയാൾ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയാണ്. അയാളെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് കോൺഗ്രസിലെ MLA-യും പിന്നെ KK-നും പിന്നെ നമ്മുടെ ഉമാതോമസിനെ പോലുള്ള MLA-മാരാണ്. അവരുടെ മുതിർന്ന നേതാക്കളാണ് ഇയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്നും അയാൾ CPM സർക്കാർ വേട്ടയാണെന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ VD സതീശനെതിരല്ലേ ആദ്യം സംസാരിക്കേണ്ടത്. ഇയാൾ നിയമസഭ വരാൻ പാടില്ലെന്നും കർശനമായ നടപടികൾ സ്വീകരിക്കുന്നു, ഇയാൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് പറഞ്ഞ ആരാ? VD സതീശനാണ്. ആ VD സതീശനെയല്ലേ ഇന്ന് ശരിക്കും അയാൾ അവമാനിച്ചിരിക്കുന്നത്? VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇയാളെ വളർത്തിക്കൊണ്ടുവന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കി, പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് അടിച്ചേൽപ്പിച്ച് MLA ആക്കി അയാളെ വളർത്തിക്കൊണ്ടുവന്ന് അയാൾ കാണിച്ച കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള സ്ത്രീ വേട്ടക്കാരനെ ഒഴിവാക്കണം എന്ന് ഉറച്ച നിലപാടെടുത്ത ആ VD സതീശനല്ലേ ഇയാൾ ശരിക്കും അവമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ന് മുഖം നഷ്ടപ്പെട്ടത് VD സതീശന്. ഇയാളുടെ മുഖം എന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. VD സതീശന് ഒരു പ്രതിപക്ഷം എന്നുള്ള അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹത്തിന്റെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പാലിക്കാൻ പറ്റാതെ അയാളുടെ അനുയായികൾ പോലെയാണ് ധിക്കരിച്ചിരിക്കുന്ന ഒരു ഗതികേടിലാണൊക്കെയാണ് പ്രതിപക്ഷം എത്തിയിരിക്കുന്നത്, നേതാവ് എത്തിയിരിക്കുന്നത്. ആ പ്രതിപക്ഷ നേതാവിനെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനിക്കാനാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഇന്ന് നിയമസഭയിൽ എത്തിയത്. അയാൾ എന്തൊക്കെയോ പറഞ്ഞു. അയാൾക്ക് സ്വയം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് സമ്മതിക്കേണ്ട വന്നു. ആ പെൺകുട്ടിയുടെ ഓഡിയോ കറക്റ്റ് ആണെന്ന് താൻ അത് ചെയ്തു എന്നുള്ളവർ അയാൾ നിഷേധിക്കാത്തോളം കാലം. പിന്നെ കോടതി മറുപടി പറയട്ടെ എന്ന് പറയാനായിട്ട് കോടതിയിൽ അതാണല്ലോ ഈ കുറ്റവാളികളെല്ലാം പറഞ്ഞാൽ കോടതി തീർപ്പാക്കുന്നില്ലല്ലേ. കോടതി ഇവിടെ ജനകീയ കോടതിയെ തീർപ്പാക്കിയിരിക്കുന്നു. അയാൾ ഒരു കൊടും കുറ്റവാളിയാണ്, കൊടും സ്ത്രീവേട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അയാളുടെ ഇന്നത്തെ വരവ് അപഹാസ്യമായ ഒരു നാടകമായിരുന്നു. ഇതിലൂടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനാണ്. അതേപോലെ തന്നെയാണ് ഈ രാഹുൽ വിഷയം സംബന്ധിച്ചൊക്കെ തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ എന്തൊക്കെയോ കൃത്യമായിട്ട് അവർക്കൊരു നിലപാടെടുക്കാൻ സാധിക്കില്ല എന്ന് കൂടെ ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം ഇന്ന് രാഹുൽ എത്തുന്നത് സംബന്ധിച്ചൊക്കെ തന്നെയും അവരുടെ ഇടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട്. രാഹുൽ ഇന്ന് എത്തിയതോടെ തന്നെയും കൂടുതൽ വ്യക്തമാക്കുകയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുലിന്റെ പക്ഷത്തും അല്ലെങ്കിൽ മറുപക്ഷത്തും ആളുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും അയാളെ പോലുള്ളൊരു എന്താ പറയാ ഒരു സാമൂഹ്യ വിരുദ്ധനെ കേരള നിയമസഭയിൽ എത്തിക്കാനും സംരക്ഷിക്കാനും അതേ മാനസികാവസ്ഥയുള്ള കോൺഗ്രസ്സുകാർ ജനങ്ങളോടോ സ്ത്രീജനങ്ങളോടോ യാതൊരു പ്രതിബദ്ധതയില്ലാത്ത കോൺഗ്രസ്സുകാരുടെ ഒരു കൂട്ടം ശ്രമിച്ചിട്ടുണ്ട്. അത് അടൂർ പ്രകാശ്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, KM മുരളീധരനെ പോലുള്ള അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. PC വിശ്വനാഥിനെ പോലുള്ളവർ അതിന്റെ പിന്നിലുണ്ടെന്നുള്ളവർ വളരെ വ്യക്തമാണ്. കോൺഗ്രസ് സ്റ്റണ്ടായി ചിഹ്ന ഭിന്നമാക്കിയിരിക്കുന്നു. VD സതീശനെ പിന്തുണയ്ക്കുന്നവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരുമായി രണ്ടായി കോൺഗ്രസ് വളർന്നിരിക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ സിനാറിയോയിൽ മുഖം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയെ കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. ഇതുപോലെ ഒരാളെ പിന്തുണയ്ക്കാൻ ആളുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ആ തന്റെ ഇടമാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ കണ്ടാൽ ഇയാളുടെ പേര് കേട്ടാൽ പേടിക്കുമെന്ന് പറഞ്ഞ KC വേണുഗോപാലിന്റെ ഭാര്യയെ പോലും അവമാനിച്ചുകൊണ്ട് അയാൾ നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. കോൺഗ്രസിന് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവർക്കൊരു ജനകീയ അടിത്തറ ഉണ്ട്, ഞാൻ വോട്ട് ചെയ്യണമെന്ന് പറയാനുള്ള അവകാശം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ പൊതുസമൂഹം ലജ്ജിച്ച് തലമുഴിക്കുന്നു. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.